ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. പോയിട്ട് നല്ല ദിവസമായിരുന്നു. ചെന്ന് നിന്നൊരു അരമണിക്കൂർ ഞാൻ അവിടെ നിന്ന് കാണും. എനിക്ക് വണ്ടി ഒന്നും കിട്ടിയില്ല. പിന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഓട്ടോ കിട്ടി. എന്നപ്പോഴേക്കും ലക്ഷ്മി എന്നെ വെയിറ്റ് ചെയ്തു. അവിടെ കുറേ നേരം ഇരിപ്പുണ്ടായിരുന്നു. ശരിക്കും അവൾ വന്നതെന്ന് വെച്ചാൽ ഒരു കൊറിയർ ഞങ്ങൾക്കിത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പം അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടും പോകും, അവൾ നേരെ വീട്ടിലോട്ടും പോകും. അപ്പം എൻ്റെ വണ്ടി നോക്കി നിൽക്കുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകുന്നിടത്ത് അങ്ങനെ അധികം വണ്ടികളൊന്നുമില്ല, ഒരു ചില സമയത്ത് മാത്രമേ വണ്ടി കാണാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവിടെ ചോദിച്ചു എപ്പോഴാണ് ബസ്സുള്ളത് എന്നൊക്കെ ചോദിച്ച് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വണ്ടി വരുന്നത് നോക്കി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. ഞാൻ ഒന്ന് രണ്ടായിട്ട് പോയിട്ടുണ്ട്. അപ്പം എനിക്ക് അത്യാവശ്യം അറിയാം എവിടെ ചെല്ലണം, എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ അറിയാം. പക്ഷേ വണ്ടി ഇല്ലാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നമുള്ളൂ. കാരണം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾ വിളിക്കാൻ വരണം, കാരണം കുറച്ച് ഉള്ളിലോട്ടാണ്. പിന്നെ ഇങ്ങോട്ട് വരാനും പ്രശ്നമുണ്ട്, കാരണം അവിടെയും ഒരു സമയത്ത് മാത്രമേ അവർക്ക് ബസ് ഇങ്ങോട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് പോകുമായിരുന്നു. അവരുടെ വീട്ടിലോട്ട് പോകുന്ന വഴി നല്ല രസമായിട്ട് കാണാൻ വേണ്ടി, രണ്ട് സൈഡിലും ഫുൾ റബ്ബറാണ്. അപ്പം ഭയങ്കര തണല, ഇങ്ങനെ നല്ല രസമാണ് പോകാൻ വേണ്ടിയിട്ട്. എനിക്കതുകൊണ്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ സൈഡ് സീറ്റൊക്കെ ഇരുന്ന് ആസ്വദിച്ച് പോകുമായിരുന്നു. ബസ്സിൽ ആളില്ല, കൂടിപ്പോയാൽ ഒരു 8 പേര് കാണും. അത് പകുതി ആയപ്പോഴത്തേക്ക് അവർ പോവുകയും ചെയ്തു. ഞാൻ എന്നിട്ട് ബസ്സൊക്കെ ഇറങ്ങി. പിന്നെ അവളുടെ സ്ഥലത്തോട്ട് പോകണമെങ്കിൽ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടന്ന് പോകണം കേട്ടോ വീട്ടിലോട്ട് പോകണമെങ്കിൽ. അപ്പോൾ ഞാൻ ബസ്സൊക്കെ ഇറങ്ങി. എനിക്ക് അന്ന് പോയൊരു ഓർമ്മയുണ്ടായിരുന്നു. ആ ഓർമ്മയിൽ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ വിളിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവൾ വന്നു. പിന്നെ ഞാൻ അവളുടെ സ്കൂട്ടിയിലായിട്ട് പോയത്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അല്ല ഇങ്ങനെ താർത്താറി പോയത്. ഇത് അവളുടെ വീട്ടിലോട്ട് ഇറങ്ങുന്ന ഒരു കുഞ്ഞു വഴി കേട്ടോ. അങ്ങോട്ട് ഇച്ചിരി കുറച്ച് പാടാണ്. അപ്പോൾ അവൾ എന്നെ അവിടെ ഇറക്കിയിട്ട് മുകളിൽ കടയിൽ വരെ പോയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കറിയാമായിരുന്നു അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെയോ വാങ്ങിക്കാൻ പോയെന്ന്. അങ്ങനെ അവൾ പെതുക്കെ സാധനം വാങ്ങിച്ചിട്ട് വരാൻ ഞാൻ കൂടെ നടന്നോളാൻ പറഞ്ഞു. എനിക്ക് വീടിൻ്റെ വഴി അറിയാവുന്നതുകൊണ്ട് ഞാൻ പെതുക്കെ അങ്ങോട്ട് നടന്നു. പക്ഷേ അവളുടെ വീടിൻ്റെ ആ ഭാഗത്തോട്ട് പോകാൻ നല്ല രസം കേട്ടോ. സൈഡിൽ കുറേ മരങ്ങളും നല്ല പച്ചപ്പായിരുന്ന സ്ഥലമാണ്. അടുത്തങ്ങനെ അധികം വീടുകളൊന്നും ഇല്ല. അപ്പം കുറച്ച് അകത്തോട്ട് കയറി പോകണം. അപ്പോൾ അതിലേക്കൂടെ നടക്കാനും ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്ഥലമാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾ വരുന്നത് വരെ ഞാൻ പെതുക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പെതുക്കെ കയറി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് അഞ്ജനയുടെ വീട്. ഇതേ ആയിരിക്കുന്നതാണ് അഞ്ജന. എന്നിട്ട് ജാടയൊക്കെ കാണിച്ചിരിക്കുക വെച്ച് അങ്ങനെ വന്നോടനെ ബിഗ് ബോസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരിക്കുമായിരുന്നു. ആ പറയുന്നത് എനിക്ക് നീ ഇഷ്ടമല്ലെന്നാണ് കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള സ്വഭാവം ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാരറ്റ് തുടങ്ങിയ ഫ്രൈഡ് റൈസ് ആയിട്ട് ഉണ്ടാക്കിയിരുന്നത്. അപ്പം ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടുന്ന ക്യാരറ്റ് എല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം ബിഗ് ബോസ് കണ്ടിട്ടാട്ടോ അറിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് കുറേ കുറ്റമൊക്കെ പറഞ്ഞ് പറയുന്ന ആറ് കുറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഓരോന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിരിക്കും. ഞാൻ അവളുടെ കുറ്റം പറയും, അവളെൻ്റെ കുറ്റം പറയും. അങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിങ്ങനെ എന്നിട്ട് നിനക്കല്ല ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് ക്യാരറ്റൊക്കെ അരിഞ്ഞ് അങ്ങനെ ലാസ്റ്റ് എനിക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ആ കഴിക്കുന്നതും അവൾ ഉണ്ടാക്കിയതും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരുമിച്ചായിട്ട് ഉണ്ടാക്കിയത് ഫ്രൈഡ് റൈസ് ഒക്കെ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വൈകിട്ട് 4:30 3 മണിയായപ്പോൾ തൊട്ട് ഞാൻ ബസ് നോക്കിയിരിക്കുന്നു. പക്ഷേ അന്നേരമൊന്നും ബസ്സില്ലായിരുന്നു. പിന്നെ എന്നെ അവളുടെ വീടിൻ്റെ മുകളിൽ ബസ് വരുന്ന പ്രൈവറ്റ് ബസ്സൊക്കെ പോകുന്ന അവിടെ കൊണ്ടാക്കി. അപ്പോൾ അവിടെ വന്നപ്പോഴത്തേക്ക് എൻ്റെ നല്ല ഭാഗ്യം ഉണ്ടായതുകൊണ്ട് എനിക്ക് ആ ബസ് കിട്ടിയില്ല. എനിക്കൊന്നും അന്ന് ആ ബസ് ഇല്ലാതെന്ന് തോന്നുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് അവളൊന്നും ബസ് കണ്ടിട്ട് കൊണ്ടാക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ബസ് വന്നു. അങ്ങനെ ആ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കും. ഞാൻ അവളുടെ വീഡിയോ എടുക്കും, അവൾ എൻ്റെ വീഡിയോ എടുക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വെച്ച് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കുറച്ച് ഫോട്ടോസ് റീൽസ് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുത്തു. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് തന്നെ ബസ് വന്നു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ബസ്സിൽ കയറിപ്പോയി. അങ്ങനെ പകുതി ചെന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയമായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കയറിയ ബസ് മാറിപ്പോയി. ഞാൻ കയറിയ ബസ് എന്ന് പറയുന്നത് പത്തനംതിട്ട ബസ്സായിരുന്നു. പക്ഷേ എനിക്ക് പുനലൂരോട്ടായിരുന്നു പോകേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു കുന്നിക്കോട് ഇറങ്ങുക, അവിടെ നിന്ന് പുനലൂരോട്ട് പോകാൻ. ഞാൻ കുന്നിക്കോട് വരെ അങ്ങനെ ഇറങ്ങി നിന്ന് ബസ് കയറിയിട്ട് അപ്പോൾ എനിക്ക് എവിടെ ബസ് സ്റ്റോപ്പൊന്നും അറിയില്ല. പിന്നെ അവിടെ നിന്ന് ആരത്തേക്ക് ചോദിച്ച് പോയി ബസ് സ്റ്റോപ്പിലൊക്കെ നിന്ന് അങ്ങനെ ഒരു ബസ്സൊക്കെ കിട്ടി പുനലൂർ വന്നു. ഞാൻ വന്ന് ബസ് ഇറങ്ങിയതും കാണുന്നത് എൻ്റെ ബസ്സാണ്. അപ്പം ഞാൻ ഉടനെ അതിൽ നിന്ന് ഇറങ്ങി അടുത്ത എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ബസ്സിൽ കയറി ഡയറക്റ്റ് വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ. ബൈ.